പ്രധാനം. ബ്രഹ്മോസ് തകർത്തു എന്ന പാകിസ്ഥാന്റെ പ്രചാരണം തെറ്റ്. പാക് സൈന്യത്തിന് നമ്മൾ കനത്ത നാശനഷ്ടം വരുത്തി. ഇന്ത്യൻ സൈന്യം പള്ളികളെ ലക്ഷ്യമിട്ടു എന്ന പാക് സേനയുടെ പ്രചരണം അത് തെറ്റെന്നും 3 ഉദ്യോഗസ്ഥരും പറയുകയാണ്. പാകിസ്ഥാൻ JF-17 വിമാനം കൊണ്ട് SF-400 ബ്രഹ്മോസ് മിസൈലുകൾ നശിപ്പിച്ചു എന്നത് തെറ്റായ വാർത്ത. എയർഫീൽഡ് സിർസ, ജമ്മു, പത്താൻകോട്ട്, ഫട്ടിൽഡ, നളിയ, പൂഞ്ച് എന്നിവ നശിപ്പിച്ചു എന്നതും തെറ്റായ വാർത്ത. ചണ്ഡീഗഡിലെയും ബിയാസിലെയും അമ്യൂണിഷൻ ടാങ്ക് തകർത്തു എന്നതും തെറ്റായ വാർത്തയെന്ന് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഹർഷൻ തുടരുന്നുണ്ട്. ഹർഷൻ, ഇപ്പോൾ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം, ആ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരിക്കലും വെടിനിർത്തലിലേക്ക് നമ്മുടെ രാജ്യം പോയതല്ല, മറിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കായിരുന്നു. എന്തായാലും വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞു. 12-ാം തീയതി അതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതില്ല. പക്ഷേ ഈ നുണപ്രചാരണങ്ങളെ ചെറുക്കുക എന്നത് കൂടിയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യ എന്ന് വേണം കരുതാൻ. എനിക്ക് തോന്നുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനി വെടിനിർത്തലിനെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. കാരണം അവിടെ പാകിസ്ഥാനിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് അവിടെ അവർ പ്രചരിപ്പിക്കുന്നത് ബന്യാൻ അൽ മർസൌസിന് ശേഷം, അതായത് അവരൊരു ഇന്ത്യക്ക് നേരെയുള്ള ഈ നടപടിക്ക് ഒരു പേരൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, സൈനിക നടപടിക്ക്, ബന്യാൻ അൽ മർസൌസ്. ആ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തീരുമാനിച്ചു എന്ന മട്ടിലാണ് അവരവിടെ ഈ കാര്യങ്ങളെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പ്രചാരണത്തിൻ്റെ സ്വഭാവം, അതായത് ഈ ഘട്ടത്തിലും അവർ ഈ ബഡായി അടിക്കും എന്നത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നുണപ്രചാരണം നടത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ ഈ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൃത്യമായി അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്, അതിനെ പൊളിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇരുപക്ഷത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നേരത്തെ ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ പറഞ്ഞത് കേട്ടല്ലോ, എന്തൊക്കെയാണ് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ആക്രമണം ഇവിടേക്ക് സംഭവിച്ചിട്ടുണ്ട്, തിരിച്ചതുപോലെ തന്നെ അവിടേക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പുറത്തുവിടാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇന്ത്യൻ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പലതരത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം നമുക്കെടുത്ത് തൽക്കാലം പ്രദർശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായാലും ആ നിലയ്ക്ക് അവിടെ വലിയ കാഷ്വാലിറ്റീസ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പാകിസ്ഥാൻ ഇനി തുടർന്നങ്ങോട്ട് അവിടെ നടത്താൻ പോകുന്ന ഒരു പ്രചാരണം എന്നത് ഇന്ത്യൻ S-400 സംവിധാനത്തെയോ അല്ലെങ്കിൽ ബ്രഹ്മോസിനെയോ ഒക്കെ തകർത്തു എന്നതൊക്കെ ആയിരിക്കും. അതുപോലെ ഇന്ത്യയുടെ എയർബേസുകളെ തകർത്തു എന്നതൊക്കെ ആയിരിക്കും. ആ പ്രചാരണത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാമല്ലോ, ഇതിന് തൊട്ട് മുമ്പ് ബാലാക്കോട്ട് ആക്രമണത്തിൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ വിമാനം തകർത്തതാണ്, അവരുടെ സേനാ വിമാനം തകർത്തതാണ്. പക്ഷേ അന്നവരത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അത് പിന്നീട് അതിനൊക്കെ വളരെ പിന്നീട് അത് വാസ്തവമായിരുന്നു എന്ന വിവരം സമ്മതിക്കുകയായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ വിജയം അവകാശപ്പെടാൻ തീർച്ചയായും അവരവരുടേതായ ന്യായങ്ങളും വാദമുഖങ്ങളും ഒക്കെ ഉന്നയിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയപരമായും ഒപ്പം സൈനികമായും വലിയ വിജയം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ